Welcome to all of you students. Public health and epidemiology continuation ആണ് സെക്കൻഡ് ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമുക്ക് പോകുന്നത് സെക്കൻഡ് യൂണിറ്റിന്റെ. അപ്പോ ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, അപ്പൊ അതിന്റെ ഭാഗോടി ചേർത്ത് നമ്മൾ പോകട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ വരെ പറഞ്ഞത് നമ്മള് ബിഹേവിയറൽ സയൻസും മറ്റേ ഹെൽത്ത് സർവീസസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റിന്റെ അവിടെ വരാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. അപ്പൊ നമ്മുടെ ബിഹേവിയറൽ സയൻസ് നമ്മൾ പറഞ്ഞു ഒരു ഫീൽഡ് ഓഫ് സ്റ്റഡീസിൽ എന്താണ് ബിഹേവിയർ, സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രപ്പോളജി, ഫോക്കസ് പ്രൈമറി ഓഫ് ഹ്യൂമൻ ആക്ഷൻ. ബിഹേവിയറൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഒരു സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ നമ്മൾ സൊസൈറ്റി ജീവിക്കുമ്പോൾ പബ്ലിക് ഹെൽത്ത് എന്താണ് എക്സ്പേർട്ട് ഇൻഫ്ലുവൻസ് ഇൻഡിവിജ്വൽസിന്റെ ഹെൽത്തി ഡിസിഷൻസ് മേക്കിംഗ് ചെയ്യുമ്പോൾ എന്താണ് പബ്ലിക്കിന്റെ ഒരു ബിഹേവിയർ വെരി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ എന്താണ് പബ്ലിക്കിന്റെ ഒരു നമ്മുടെ സഹകരണം ആവശ്യമാണ്. അപ്പൊ ബിഹേവിയറൽ സയൻസ് ഭയങ്കര ആവശ്യമാണ്. അപ്പൊ ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ബിഹേവിയറൽ സയൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒരു കാര്യമാണ്. അപ്പൊ അത് എന്താണ് അത് തിയറിറ്റിക്കലി അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ശാസ്ത്രമാണ്. അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റുകൾ ഏതാണ്, ഡിസിപ്ലിൻസ് വിത്ത് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിന് എങ്ങനെയെല്ലാം ഡിസിപ്ലിൻസ് ഉണ്ടാക്കി കൊടുക്കാതെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ അതിലൊരു ഇതാണ് ബിഹേവിയറൽ സയൻസ് കേട്ടോ. അതുപോലെ ഹെൽത്ത് സർവീസസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ്. ഹെൽത്ത് സർവീസ് ചെയ്യുമ്പോൾ ഒരു ഹെൽത്ത് നമ്മള് ഹോസ്പിറ്റലിലാണെങ്കിലും ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഭാഗം കറക്റ്റ് ആയിട്ടാണ് പോയില്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആവില്ല. എന്താ പറയാ, പല ഡോക്ടേഴ്സിനെ കാണാനൊക്കെ പോകുമ്പോൾ നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതിൻ്റെതായ കറക്റ്റ് അഡ്മിനിസ്ട്രേഷൻസ് ഇപ്പൊ ബുക്കിങ്ങിന് വേണ്ടി, പിന്നെ എന്താണ് മരുന്നുകൾക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റുകളും സർവീസുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ഇത് മാത്രമേ നമുക്ക് എന്താണ് ഡെയിലി കാര്യങ്ങൾ റൂട്ടീൻ ചെയ്യാനും സക്സസിലേക്ക് ആക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. അതുപോലെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്. അടുത്ത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ബയോളജിക്കലി നമ്മള് ഒരു രേഖ കണക്കുകൾ നമ്മുടെ രോഗങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് അതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവര കണക്കുകൾ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, ബോധേഡായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് ഫോർ അക്കാദമിക്സ് ഓൾ പ്രൊഫഷൻ, അതായത് സ്റ്റാറ്റിസ്റ്റിക്കലി അക്കാദമിക്കലി ഓൾ പ്രൊഫഷൻസും ഉപയോഗിക്കുന്നത് എന്താണ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ബയോസ്റ്റാറ്റിക്സിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമുക്ക് എന്താണ് ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചും മെഡിക്കൽ ഫീൽഡിലെ രോഗങ്ങളെ കുറിച്ചും അവിടെ എത്രത്തോളം രോഗികൾ ഉണ്ടെന്നും അവരുടെ ഡേറ്റാസ് നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് അത്യാവശ്യമാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് പബ്ലിക് ഹെൽത്തിനെ സംബന്ധിച്ചൊരു കാര്യങ്ങൾ കേട്ടോ. അടുത്തത് ഹെൽത്ത് എക്കണോമി. ഇതില് പബ്ലിക് ഹെൽത്ത് അപ്രോച്ചസ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് ഹെൽത്തിന്റെ അപ്രോച്ചസ് എങ്ങനെയാണെന്നുള്ള ചെറിയൊരു ഇതിൽ നമുക്ക് വായിക്കുന്നത് മനസ്സിലാവുന്നതാണ്. വാട്ട് ഇസ് ദ പ്രോബ്ലം. ഫസ്റ്റ് നമ്മള് പബ്ലിക് ഹെൽത്തിന്റെ പ്രോബ്ലം മനസ്സിലാക്കാൻ ആദ്യം എന്താണ് പ്രോബ്ലം മനസ്സിലാക്കി, ഇപ്പൊ ഇതിന്റെ പ്രോബ്ലംസ്, അടുത്ത കോഴ്സ് എന്ത് കാരണം കൊണ്ടാണ്, ഐഡന്റിഫൈ റിസ്ക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്. റിസർച്ചിൽ അതിന്റെ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾ, ഹെൽത്ത് സെന്റേഴ്സ് അല്ലെങ്കിൽ ഹെൽത്തിന് വേണ്ടി നടക്കുന്ന ആളുകളെ എങ്ങനെയെല്ലാം അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ്. വാട്ട് ഇസ് ദ കോഴ്സ്, പിന്നെ എന്താണ് ഐഡന്റിഫൈ റിസ്ക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്. എന്ത് റിസ്ക് ആണ് അവിടെ ഐഡന്റിഫൈ ചെയ്യണം, അവിടെ എന്ത് പ്രൊട്ടക്ഷൻ ആണ് കൊടുക്കേണ്ടത്, എന്ത് ഫാക്ടേഴ്സ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വാട്ട് വർക്ക്സ് ഫോർ ഹോം, എന്ത് ജോബാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം ടെസ്റ്റുകൾ കൊടുക്കണം, സ്ട്രാറ്റജീസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കണം. പിന്നെ ഹൗ ടു ഡു ഇറ്റ്, അതായത് എന്താണ് ഈ നമുക്ക് അതിനു വേണ്ടി എന്ത് ചെയ്യാം, എന്തെല്ലാം രോഗങ്ങൾ വരികയാണെങ്കിൽ അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് പോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസും പോളിസീസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവിടെ എൻഷുർ വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ, അവിടെ വൈഡ് ആയിട്ട് എന്ത് ചെയ്യണം,
അവരെ എൻഷുർ ചെയ്യുക എല്ലാ കാര്യങ്ങൾക്കും പ്രൊമോട്ട് ചെയ്യുക, കുറെ പോളിസീസും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ പബ്ലിക് പ്രോബ്ലംസും റെസ്പോൺസുമായിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പൊ അത് എന്താണ്, നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിൽ സ്ക്രീൻ ചെയ്ത് അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി അവിടെ എന്ത് പ്രിവെൻഷൻ ആണ് കൊടുക്കേണ്ടത്, പിന്നെ അതിനുള്ള അഡോപ്ഷൻ ചെയ്യാൻ അവിടെ എന്ത് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക, പ്രോഗ്രാംസ് പോളിസീസ് കൊടുക്കുക. അപ്പൊ അതാണ് പറയുന്നത് കേട്ടോ. ഹെൽത്ത് എക്കണോമിക്സ് എന്താണ്, നമ്മള് ഓരോ സമയത്തും എഫിഷ്യന്റ് യൂസ് ഓഫ് എക്കണോമിക്കൽ റിസോഴ്സസ് ലൈക്ക് എന്താണ് എഫിഷ്യന്റ് യൂസ് ഓഫ് എക്കണോമിക്കൽ റിസോഴ്സസ് എന്ന് പറയുന്നത് ജനങ്ങള്, പിന്നെ എന്താണ് മെറ്റീരിയൽ, ഫിനാൻഷ്യലി ഓൾട്ടർനേറ്റീവ്സ്. അതാണ് നമ്മുടെ ഹെൽത്ത് ഇൻഡസ്ട്രീസിലെ ഹെൽത്ത് എക്കണോമിക്സ് ആണത്. ജനങ്ങളുടെ കാര്യങ്ങള്, പിന്നെ അവർക്ക് കിട്ടാവുന്ന മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെ കിട്ടുന്ന എഫിഷ്യന്റ് യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പിന്നെ ഫിനാൻഷ്യൽ റിസോഴ്സസ്, ഫിനാൻഷ്യലി സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഓൾട്ടർനേറ്റീവ് പല കാര്യങ്ങൾക്ക് കാരണം. അപ്പൊ ഇതൊക്കെ ഹെൽത്ത് എക്കണോമിക്സിന്റെ ഭാഗമാണ്. അപ്പൊ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് എക്കണോമിക് റിസോഴ്സസ് ഉപയോഗിക്കാൻ പറ്റണം, ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചേരാൻ പറ്റണം ആണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഡെമോഗ്രഫി അടുത്ത് ഡെമോഗ്രഫി എന്താണ്, ജനസംഖ്യ, അതിനെ കുറിച്ചുള്ള സ്റ്റഡി വേണം. പിന്നെ മോർട്ടാലിറ്റി, അതായത് മരണനിരക്ക്, കുഞ്ഞുങ്ങളുടെ മരണനിരക്കുള്ള ജനസംഖ്യ, ഇൻഫെർട്ടാലിറ്റി പ്രശ്നങ്ങൾക്ക് മാറ്റം, പിന്നെ എന്താണ് ഗ്രോത്ത്, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, മൈഗ്രേഷൻ ആൻഡ് ഈച്ച് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഇന്റർസെക്ട് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ അതിനെ കുറിച്ച് എന്ത് ചെയ്യണം, സ്റ്റഡി നടത്തണം. ഡെമോഗ്രഫി അതിനെ കുറിച്ച് ബോധോദയം ഉണ്ടാവണം. എത്രത്തോളം ആളുകൾക്ക് എത്രത്തോളം ചികിത്സാ ട്രീറ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങൾക്കും പ്രോബ്ലംസ് ഇല്ലാതെ ഇപ്പൊ പല ഫുഡിന്റെ കാര്യങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആവാനുള്ള ഒരു ഡിസിപ്ലിൻ മാറ്റർ അവിടെ ഉണ്ടാക്കി കൊടുക്കാനും ഈ പബ്ലിക് ഹെൽത്തിന് വേണ്ടി റിസർച്ച് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കണം. അപ്പൊ ആ റിസർച്ചേഴ്സ് ഒക്കെ അതൊക്കെ നോക്കിയാണ് നമുക്ക് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പബ്ലിക് ഹെൽത്ത് അപ്രോച്ചസ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ കാര്യമാണ് പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. പബ്ലിക് ഹെൽത്ത് അപ്രോച്ച് ഇൻവോൾവ് ചെയ്യണമെന്നൊക്കെയാണ് ഡിഫൈൻ മെഷറിംഗ് പ്രോബ്ലം, ഡിഫൈൻ ചെയ്യുക, പ്രോബ്ലംസ് മെഷർ ചെയ്യുക, പിന്നെ എന്താണ് അവിടെ എന്ത് റിസ്ക് ഫാക്ടേഴ്സ് ആണല്ലോ, അവിടെ എന്താണ് പ്രോബ്ലംസ് ഉള്ളത് ഐഡന്റിഫൈ ചെയ്യുക, ഡിറ്റർമിനിങ് ഹൗ പ്രിവെന്റ് അമിലിയറേറ്റ് പ്രോബ്ലം, എന്താണ് അവിടെ ആ പ്രോബ്ലത്തിന് എന്ത് പ്രിവെൻഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഡിറ്റർമൈൻ ചെയ്യുക, പിന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കൊടുക്കുക, അവിടെ എന്താണ് ഒരു ഇമ്പാക്ട് അവിടെ ഇംപ്ലിമെന്റിങ് ചെയ്യുക, നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഡയഗ്രാമറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ്. ഫങ്ഷൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത്, പബ്ലിക് ഹെൽത്തിന്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. നമുക്ക് എന്താണ് ആക്ടിവിറ്റീസ് ഫോർമൽ സ്ട്രക്ചർ ആൻഡ് ഗവൺമെന്റ്, ഒരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ടാവും ഗവൺമെന്റ്. അതുപോലെ തന്നെ എന്താണ് പ്രൈവറ്റിന്റെ അക്കമ്പനിങ് എഫോർട്ട്, പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഡിവിജ്വൽസും രണ്ടുപേരും അതിന് പബ്ലിക് ഹെൽത്തിന് വേണ്ടി ആ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അവന്റെ മെയിൻ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഇവാലുവേഷൻ ആണ് പറയുന്നത്. ഇവാലുവേറ്റ് ചെയ്യുക പബ്ലിക് ഹെൽത്തിന്റെ കാര്യങ്ങളെ കുറിച്ച്, പബ്ലിക് ഹെൽത്തിന് വേണ്ടി ചെയ്യുന്ന ഡ്യൂട്ടീസിന്റെ കാര്യങ്ങളിൽ ഇവാലുവേറ്റ് ചെയ്യുക. അവർക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ ഡ്യൂട്ടീസ് എത്താൻ ചേരാവുന്ന ഇവാലുവേഷൻ വേണം. പിന്നെ പോളിസി, പല പോളിസികളും ഉണ്ടാക്കാതെ വികസിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് സെക്ടറിലൊക്കെ എന്താണ് പല പോളിസികൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ ആ പോളിസിനെ കുറിച്ച് അറിവുണ്ടാക്കി കൊടുക്കുക, അതിനുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അഷുറൻസ്, 3 സ്റ്റെപ്സ്. അഷുറൻസ് ഉദ്ദേശിക്കുന്ന 3 സ്റ്റെപ്പിലാണ് പറയുന്നത്. അഷുറൻസ് 3 സ്റ്റെപ്സിലാണ്. എന്താണ് 3 സ്റ്റെപ്സ് പറയുന്നത്? പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സ് ദ നെസസറി സർവീസസ് ലൈക്ക് ഓഫ് ദിസ്. അതായത് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്സ് എന്താണ് പല സർവീസസും അവർക്ക് എന്താണ് അഷുർ ചെയ്യാനുള്ള, പ്രൊവൈഡ് ചെയ്യാനുള്ളത് നോക്കാം. അതുപോലെ 3 ഹെൽത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കാം. രണ്ടാമത്തേതാണ് ഹെൽത്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കി കൊടുക്കാം, ഹെൽത്ത് സർവീസസ് കൊടുക്കുക, ഇംപ്രൂവ്മെന്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതില് ഫങ്ഷൻസ് ഓഫ് എസെൻഷ്യൽ സർവീസും ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പബ്ലിക് ഹെൽത്തിൽ. അപ്പൊ അതിൽ ഫസ്റ്റ് അസസ്മെന്റ് ആണ് കൊടുത്തത്, രണ്ടാമത്തെ പോളിസി ഡെവലപ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. മൂന്നാമത്തെ അഷുറൻസ്. പബ്ലിക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണിറ്ററിംഗ് ഓഫ് ഇൽനസ് ഓർ ഇഞ്ചുറി, നമ്മുടെ രോഗങ്ങളെ കുറിച്ച്, അസുഖബാധിതകളെ കുറിച്ചുള്ള ഒരു മോണിറ്ററിംഗ്. പിന്നെ എന്താണ്? ഒബ്സർവ് ചെയ്യുക, അതെന്താണ് ആ പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ളത് ഒബ്സർവ് ചെയ്യുക, അത് മനസ്സിലാക്കി കൊടുക്കുക, രോഗത്തെ കുറിച്ചുള്ള ഡിസിഫറിംഗ് കോസസ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ ഡിറ്റർമൈൻ ദി നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ ഡിറ്റർമൈൻ ചെയ്യുക. പിന്നെ പോളിസി ഡെവലപ്മെന്റ്, സെക്കൻഡ് പോയിന്റ് പോളിസിയുടെ 3 ഫങ്ഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. അസസ്മെന്റ്, പോളിസി ഡെവലപ്മെന്റ്, അഷുറൻസ്, പബ്ലിക് ഹെൽത്തിന് വേണ്ടി ഫങ്ഷൻസ് ആണ്. അപ്പൊ അടുത്തത് പറയുമ്പോ
പോളിസി ഡെവലപ്മെന്റ് പോളിസി ഷുഡ് ബി ഇൻഫോംഡ് എഡ്യൂക്കേറ്റഡ്. അവർ ഇൻഫോം ചെയ്യുക, അവർക്ക് അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ്, അവരതിനു വേണ്ടി ഹെൽത്ത് ഇഷ്യൂസിന് വേണ്ടി എന്താണ് ഉള്ള വിവരങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം ചെയ്യുക എന്നൊക്കെ പറയില്ലേ അത്. അതിൽ ഡെവലപ്പ് കമ്മ്യൂണിറ്റി അലയൻസസ്, കമ്മ്യൂണിറ്റി മുഖേന നടത്തുന്ന കുറെ വികസന പരിപാടികളൊക്കെ നടത്തുക, അതിന് ഹെൽത്ത് ഇഷ്യൂസിന് ഫൈൻ സൊല്യൂഷൻസ് കൊണ്ടുള്ള ഇനിഷ്യേറ്റീവ്സ് ഒക്കെ എടുക്കുക. പിന്നെ അടുത്തതാണ് കോംപ്രഹെൻസീവ്, ക്രിയേറ്റ് കോംപ്രഹെൻസീവ് പബ്ലിക് ഹെൽത്ത് പോളിസീസ്. ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് പബ്ലിക് ഹെൽത്ത് പോളിസീസ് നമുക്ക് പ്ലാൻസുകളൊക്കെ കൊണ്ടുവരിക, അത് കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടികളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എന്താണ്, എൻകറേജ് ദ യൂസ് ഓഫ് സയൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ സയൻസ്, ശാസ്ത്ര മേഖലയിലുള്ള ഉപയോഗത്തെ കുറിച്ചുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് എൻകറേജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടാക്കി കൊടുക്കാതെ അതിനെ കുറിച്ചുള്ള യൂസിനെ കുറിച്ചുള്ള കാര്യങ്ങളെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രിയേറ്റ് പുട്ട് ഇൻ ടു ആക്ഷൻ സ്ട്രാറ്റജിക് പ്ലാൻ. ഈ സ്ട്രാറ്റജിക് പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആക്ഷൻ അതെങ്ങനെ നമുക്ക് അവൈലബിൾ ആക്കി എടുക്കാം, ഇതെല്ലാം നമ്മൾ എങ്ങനെ ചെയ്യും, പോളിസി കുറെ പോളിസികളൊക്കെ നമ്മൾ കൊടുന്നു, അവർ മനസ്സിലാക്കി കൊടുത്തു, അതിന് വേണ്ടിയുള്ള ഹെൽത്ത് പോളിസീസ് കൊടുന്നു, അത് പ്രൊമോട്ട് ചെയ്തു. പിന്നെ എന്താണ്, അതിന്റെ ശാസ്ത്ര മേഖലകളിലെ കാര്യങ്ങളെ കുറിച്ച്, അതിന്റെ തീരുമാനങ്ങളെ കുറിച്ചും മനസ്സിലാക്കി കൊടുത്തു. പിന്നെ എന്താണ്, അതിന്റെ ഒരു ആക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ സ്ട്രാറ്റജിക് പ്ലാൻ. പിന്നെ അഷുറൻസ് എൻഫോഴ്സ് ലോസ് ആൻഡ് റൂൾസ് പ്രൊമോട്ട് സേഫ്റ്റി ആൻഡ് ഹെൽത്ത്. കുറെ നിയമങ്ങൾ ഉണ്ടാവും അല്ലെ, ലോസും അതിന്റെ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. ആ ലോസ് ആൻഡ് റൂൾസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുക, സേഫ്റ്റി, ഹെൽത്തിന് സേഫ്റ്റി ആയിട്ടുള്ള റൂൾസ് ആൻഡ് ലോസ് എൻഫോഴ്സ് ചെയ്യുക. പിന്നെ എന്താണ്, എൻഫോഴ്സ് ദ പ്രൊവിഷൻ ഓഫ് ഹെൽത്ത് കെയർ അതർവൈസ് അൺഅവൈലബിൾ ആൻഡ് കണക്ട് ദം ടു അപ്രോപ്രിയേറ്റ് ഹെൽത്ത് സർവീസ്. അതായത് പ്രൊവിഷൻ ഹെൽത്ത് കെയറിൽ വരുന്ന അൺഅവൈലബിൾ ആയിട്ട് വരുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അവർ കണക്ട് ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് ഹെൽത്ത് സർവീസസ് കൊടുക്കുക. പിന്നെ എൻഷുർ സ്കിൽഡ് മെഡിക്കൽ വർക്ക് ഫോഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം, നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സ് ഉണ്ടാക്കി കൊടുക്കുക, സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ വർക്ക് ഫോഴ്സ് എൻഷുർ ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാം. പിന്നെ എന്താണ്, അനലൈസ് ദ എഫിഷ്യൻസി, യൂസബിലിറ്റി, സ്റ്റാൻഡേർഡ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസസ്. അവരുടെ എഫിഷ്യൻസിനെ കുറിച്ചും അത് എങ്ങനെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അവരുടെ സ്റ്റാൻഡേർഡ് എല്ലാം ഓരോ വ്യക്തികൾക്ക് ഓരോ കമ്മ്യൂണിറ്റിക്ക് ഹെൽത്ത് സർവീസസിനൊക്കെ ചെയ്യാം. വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പരമായിട്ടോ നമുക്ക് എന്താണ് ഹെൽത്ത് സർവീസസ് ചെയ്യാം, അനലൈസ് ചെയ്യാം, അവിടെ എഫിഷ്യൻസി എങ്ങനെയാണ്, യൂസബിലിറ്റി എന്തോരം യൂസബിൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ കുറിച്ച്. പിന്നെ എന്താണ്, റിസർച്ച് ഇൻ ടു ഫ്രഷ് പെർസ്പെക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആൻസേഴ്സ് ഹെൽത്ത് ഇഷ്യൂസ്. റിസർച്ചേഴ്സ് എന്താണ്, ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങള്, പുതിയ പുതിയ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചുള്ള ക്രിയേറ്റീവ് ആൻസേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക. എന്താണ്, അവർക്ക് അത് റിസർച്ചേഴ്സ് എന്ത് ചെയ്യണം, ക്രിയേറ്റീവ് ആൻസേഴ്സ് ഉദ്ദേശിക്കുന്നത് പുതിയ പുതിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കാനായിട്ട് നമ്മൾ നോക്കണം. അങ്ങനെ എന്താ പറയാ, ഹെൽത്ത് അഷുറൻസിൽ കുറെ ലോസ്, നിയമങ്ങളും, പിന്നെ എന്താണ് ഹെൽത്തിന്റെ പ്രൊവിഷൻസ്, കെയർ കാര്യങ്ങൾ, എങ്ങനെ ഹെൽത്ത് കെയറിൽ എന്തെല്ലാം പ്രൊവിഷൻ, മനസ്സിലായില്ല, ഒരുപാട് എന്താ പറയാ കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഹെൽത്ത് കെയറിൽ വരുന്ന കുറെ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെന്റ് തന്നെ കൊണ്ടുണ്ട്, അതൊക്കെ എൻഷുർ ചെയ്ത് കൊടുക്കുക, സർവീസസ് കൊടുക്കുക. പിന്നെ സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ കെയർ കോഴ്സ് കൊടുക്കുക. പിന്നെ അങ്ങനെ എഫിഷ്യൻസി ആയിട്ടുള്ള യൂസിബിലിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസസ് കൊടുക്കുക. അതിങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ഇതില് നമ്മൾ പറയുന്നുണ്ട്, ഇതില് ഒരു ഡയഗ്രാം പറയുന്നത് ഡൊമൈൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്ന് പറഞ്ഞ് കൊടുത്തേക്കണേല് ഹെൽത്ത് പ്രൊട്ടക്ഷൻ, ഹെൽത്ത് ഇംപ്രൂവ്മെന്റ്, ഹെൽത്ത് സർവീസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. വായിക്കാൻ മനസ്സിലാവും. ഹെൽത്ത് ഇംപ്രൂവ്മെന്റിൽ പറയുന്നത് പ്രൊമോട്ടിംഗ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്ത് ആരോഗ്യപരമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാം, ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ എന്താണ്, എൻകോമ്പസിംഗ് ഇൻഷുറൻസ്, അതായത് എന്താണ് ഇഷ്യൂസ്, ഇൻഇക്വാലിറ്റി, നമ്മുടെ എന്താണ് അവിടെ അസമത്വം ഉണ്ട്, സമത്വമല്ല അസമത്വം. അതായത് ചിലപ്പോ ഹെൽത്തിൽ എന്താണ് ഹെൽത്ത് കണ്ടീഷൻസ്, അവർ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ പോകാൻ കഴിവുള്ളവരുണ്ടാകും, എല്ലാവർക്കും ആ ഒരു രീതിയിൽ ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ ആക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിലൊക്കെ അവരെ ഉൾക്കൊള്ളിക്കണം. അപ്പൊ നല്ല രീതിയിലുള്ള ഹെൽത്ത് പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കാനുള്ള ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആക്കി ചെയ്തു കൊടുക്കാം. പിന്നെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ഇൻക്ലൂഡ്സ് എന്താണ്, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് വാക്സിനേഷൻ ഒരു ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആണ് അല്ലെ, പ്രതികരണ ശേഷി ഉണ്ടാക്കി കൊടുക്കുക, അതിന് രോഗത്തിനെതിരെ വാക്സിൻ കൊടുക്കുക, സ്ക്രീനിങ് ചെയ്യുക. പിന്നെ എന്താണ്, ഇഞ്ചുറി പ്രിവെൻഷൻ, എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടാവാതെ തടയാനുള്ള കാരണങ്ങൾ നോക്കുക. പിന്നെ ഇൻഫെക്ഷ്യസ് ഡിസീസസ്, അതായത് എന്താ പറയാ മരണനിരക്ക്, ശിശു മരണ നിരക്കുകളൊക്കെ കുറച്ച് കൊണ്ടുവരിക, എമർജൻസി സമയത്തുള്ള കറക്റ്റ് പ്ലാനിങ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് ബ്രിങ്ങിങ് എവിഡൻസ് ബേസ്ഡ് പോപ്പുലേഷൻ ജനസംഖ്യ ഒരുപാട് ആവാതെ അതിനനുസരിച്ചുള്ള ഒരു കറക്റ്റ് പ്ലാനിങ് കൊടുക്കുക.
പിന്നെന്താണ് കമ്മീഷനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് സർവീസസ്, അതായത് കമ്മീഷനിങ് നല്ല നല്ല സർവീസസ് കൊടുക്കുക ചെയ്യുക. അതായത് ഹെൽത്തിന്റെ സർവീസസ് ഇംപ്രൂവ് ചെയ്യണം എങ്ങനെയൊക്കെയാണെന്നാണ്. അത് പുതിയ പുതിയ കമ്മീഷനിങ് കൊണ്ടുവരിക, പുതിയ സർവീസസ് കൊണ്ട് ഇന്റർവെൻ ചെയ്യുക, എൻഷുർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ എന്താണ് ഹൈ ക്വാളിറ്റി ആൻഡ് സേഫ് ആയിട്ടുള്ള എഫക്റ്റീവ് പ്ലാൻസേക്ക് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യപ്പെടും ഹെൽത്ത് സർവീസ് ഇംപ്രൂവ്മെന്റിൽ കൊടുക്കുക. പിന്നെ പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് തന്നെ അറിയാം. പബ്ലിക് ഹെൽത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇന്ത്യയിൽ എങ്ങനെയൊക്കെല്ലാം കൊണ്ടുവന്നു എന്താണ്. ഇയർലി ഡേയ്സിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ മരുന്നുകളെ കുറിച്ചുള്ള അധികം വിവരക്കുറവും, പിന്നെ എന്താണ് ഓരോ രോഗത്തിനുള്ള വാക്സിൻ കണ്ടുപിടിച്ചതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എന്താണ് കുറെ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് ഹെൽത്ത് കെയറിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ ഇന്ത്യയിൽ നടന്നു. അപ്പോ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉദ്ദേശിക്കുന്നത് ഫണ്ടമെന്റൽ മീൻസ് ഡെലിവറി പബ്ലിക് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ആയിട്ട് എടുത്തിട്ടുള്ള കുറെ കാര്യങ്ങൾ. എന്തൊക്കെ ഹോസ്പിറ്റൽസ് ഒക്കെ വന്നു എന്ന് അറിയോ? നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ കുറെ ഹോസ്പിറ്റൽസ് ഉണ്ട്. എന്തിനൊക്കെ വേണ്ടിയുണ്ട്? അലോപ്പത്തിക് ഹോസ്പിറ്റൽ ഉണ്ട്, ഹോസ്പിറ്റൽ എന്താ പറയാ പബ്ലിക് ഹെൽത്ത് സർവീസിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ പല ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അലോപ്പതി ഹോസ്പിറ്റൽസ്, പിന്നെ ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, ഹോമിയോ ഡിസ്പെൻസറീസ്, പിന്നെ എന്താണ് സബ് സെന്റേഴ്സ്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, പിന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, അങ്ങനെ ബ്ലഡ് ബാങ്ക്, ഐ ബാങ്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ എന്താണ് സർവീസ് ചെയ്യാനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു ഇന്ത്യയില് അല്ലെ. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരുപാട് സെന്റേഴ്സ്, എല്ലാ സ്ഥലത്തും ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട് അല്ലെ. ഗവൺമെന്റ് സെക്ടറിലുള്ള ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറീസ് ഒക്കെ ഉണ്ട് നമുക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് സബ് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കാര്യങ്ങളുള്ള ഗവൺമെന്റിന്റെ തന്നെ സെന്റേഴ്സുകളൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്തു വളർച്ച ഉണ്ടാക്കാൻ നമ്മുടെ ഇന്ത്യക്ക് ആയി. അങ്ങനെ എന്താണ് പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്തു. ഇനി ഇതില് കുറച്ച് കാര്യങ്ങൾ വേണ്ടി നമുക്ക് ജനസംഖ്യ കൂടുതലാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെ. അപ്പൊ ആ ഇന്ത്യയിൽ ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് ഒരു സമയത്ത് ട്രീറ്റ് ചെയ്യാനുള്ള മെത്തേഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വന്നതാണ് നമുക്ക് COVID-19 വന്ന സമയത്ത് അല്ലെ. അപ്പൊ നമ്മൾ ഒരുപാട് സ്കൂളുകളും കോളേജുകളൊക്കെ ഹെൽത്ത് സെന്റർ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അവിടെ അതിനുള്ള ഫെസിലിറ്റി കൊടുക്കുകയും ചെയ്തു അല്ലെ. ക്വാറന്റൈൻ സൗകര്യമൊക്കെ കൊടുത്തു. അപ്പൊ ഇതില് പറയുന്നത് ഈ പബ്ലിക് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പൊ ഇതൊരു ഡിസ്ട്രിക്ട് ലെവലിൽ പറയുന്നത് 25 ലക്ഷം പോപ്പുലേഷൻ ജനസംഖ്യ ഉള്ളതില് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല് 750 ബെഡ് ഉള്ളൂ എന്നാണ് മനസ്സിലായോ. 25 ലക്ഷം പോപ്പുലേഷൻ ഉള്ള ഓരോ ഡിസ്ട്രിക്റ്റിന്റെ ബേസ് ആണ് പറയുന്നത്. അവിടെ മെഡിക്കൽ കോളേജിലെ ഹോസ്പിറ്റലിൽ 750 ബെഡ് ഉള്ളൂ. അപ്പോ മെഡിക്കൽ കോളേജസ് ആർ സബ്ജക്ട് ഹോസ്പിറ്റൽ ഇൻക്ലൂഡ് ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും കൂടി ചേർന്നിട്ടുള്ള ഹോസ്പിറ്റലിലും എല്ലാ പ്രൈവറ്റ് പ്രൊവൈഡേഴ്സ് ചെയ്യുന്ന സബ് ഡിസ്ട്രിക്റ്റിലുള്ള ബെഡ് സൗകര്യമൊക്കെ നമുക്ക് എന്താണ് നിസ്സാരമായിട്ടുള്ളൂ. ചില റൂറൽ ഏരിയാസിൽ അത്രയും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഡേറ്റാസ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ കോളേജ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ ഇങ്ങനെ കൊടുക്കുന്നത്. എങ്ങനെയെല്ലാം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കൊണ്ടുവന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വന്നെങ്കിലും നമ്മൾ ഇന്ത്യയിൽ കുറച്ച്, നമ്മുടെ കേരളത്തിലാണ് കുറച്ചും കൂടി അത് മെച്ചപ്പെട്ടു പോകുന്നത്. കാരണം എന്താണ്, നമ്മുടെ കേരളമാണ് എപ്പോഴും ഹെൽത്തിന്റെ കാര്യത്തിൽ ഓക്കെ ആണെന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റേറ്റുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ അല്ലെ എപ്പോഴും നമുക്ക് നമ്പർ 1 പ്ലേസ് ആണ് നമുക്ക് കിട്ടുന്നത് ഹെൽത്തിന്റെ കാര്യത്തിൽ. കാരണം നമ്മൾ അതനുസരിച്ചുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും സഹകരിക്കുന്ന ഒരു നാടായതുകൊണ്ട്. എല്ലാ സ്ഥലത്തും മറ്റും അത് കഴിയില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് ജനന മരണ നിരക്കുകൾ ഉണ്ട് അല്ലെ. കുട്ടികളെ കാര്യത്തിലായാലും അത്ര എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. പ്രധാനപ്പെട്ട നമ്മൾ ബീഹാറിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ടിവിയിൽ ഓരോ വാർത്തകൾ കാണുമ്പോൾ അറിയാം അല്ലെ. അത്രയും ഫെസിലിറ്റീസ് ഒന്നും ഇപ്പോഴും ചില ഏരിയകളിൽ എത്തിപ്പെടാത്ത ഒരുപാട് ഏരിയാസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം പോപ്പുലേഷൻ, എത്ര സെന്റർ 20,000 30,000 പോപ്പുലേഷൻസ് ഉണ്ട് അവിടെ. പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സിന്റെ കാര്യവും എത്ര ലക്ഷം ഉണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പബ്ലിക് ഹെൽത്ത് ഇൻ ഇന്ത്യ ഇത് നമ്മൾ പറഞ്ഞു. പബ്ലിക് ഹെൽത്ത് നമുക്ക് എന്താണ് ഇന്ത്യയിൽ വർഷങ്ങൾക്ക് മുമ്പ് 1951 നമുക്ക് എന്താണ് പ്യൂറസ്റ്റ് ഹെൽത്ത് റെക്കോർഡാണ് ഉണ്ടായിരുന്നത്. പിന്നീട് എന്താണ്, പിന്നീട് എക്സ്പേർട്ട് ലൈഫ് എക്സ്പെക്ടൻസി ബർത്ത് 36.7 ഇയേഴ്സ് കഴിഞ്ഞപ്പോ 1951 ഇൻഫന്റ് മോർട്ടാലിറ്റി എന്ന് വെച്ചാൽ ജനസംഖ്യയുടെ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കൂടുതലായിരുന്നു. ആ സമയത്ത് ഒരു 1000-ല് 146 പേര് ഇൻഫന്റ് മോർട്ടാലിറ്റിയുടെ പ്രശ്നം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഫേവറബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നു. പിന്നെ അതിനുശേഷം അത് ഒരുപാട് റിക്കവറി ചെയ്ത് വന്ന കേസുകളൊക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്.
അപ്പൊ ഇന്ത്യയിൽ നമ്മൾക്ക് ഒരുപാട് മരണസംഖ്യ കൂട്ടാനുള്ള കുറെ രോഗങ്ങൾ ഉണ്ടായിരുന്നു, ലൈക്ക് ഡിസീസസ് ലൈക്ക് സ്മോൾ പോക്സ്, മലേറിയ, ന്യൂമോണിയ, ട്യൂബർക്കുലോസിസ്, ഡയോറിയ, പോളിയോ മെലിറ്റസ്, പോളിയോ ബാധിതമായിട്ടുള്ള രോഗം, ടൈഫോയിഡ്, കോളറ, പ്ലേഗ്, better access healthcare services for the better living conditions such as food supply. അപ്പൊ ഇതൊക്കെ ആദ്യം ഉണ്ടായിരുന്ന പ്രശ്നങ്ങളാണ്. പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്ത പ്രശ്നം, സാനിറ്റേഷൻ ഇല്ലാത്ത പ്രശ്നം, പിന്നെ എന്താണ് ഹൗസിംഗ് ഫെസിലിറ്റി, എല്ലാവർക്കും വീട് ഫെസിലിറ്റീസ് ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപാട് ജീവിതം ഇതായിരുന്നു. പിന്നീട് തന്നെ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് നമ്മൾ 67 ഇയേഴ്സ് ഒക്കെ ബാക്ക് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഒരുപാട് പ്രൊട്ടക്ഷൻസ് ഹെൽത്ത് കെയറിൽ കൊടുക്കാൻ പറ്റും, ഒരുപാട് ഫെസിലിറ്റി കൊടുക്കാൻ പറ്റി. അങ്ങനെ ഈ രോഗങ്ങളെ തന്നെ നമ്മൾ തുടച്ചു മാറ്റാനുള്ള മെത്തേഡുകളൊക്കെ ചെയ്തു. ഇപ്പൊ നമ്മുടെ ഇത് അടുത്ത് പറയുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ. ഇപ്പൊ നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ പാർഷ്യലി ഒരു ഇതിനകത്ത് പറയുന്നത് if we examine recent history, general state of health care significantly improved, particularly during past 20 years. Past 20 years നമുക്ക് എന്താണ് അത്ര ഇതുണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു റെസ്പോൺസ് ഉത്തരവാദിത്തോടു കൂടി കുറെ അഡ്വാൻസ്മെന്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സെന്റേഴ്സ് വന്നിട്ടുണ്ട്, സർവീസസ് വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒരു ബോക്സിൽ നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അത്രയും നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആൻഡ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ആൻഡ് 2 സബ്മിഷൻസ് ആണ്. അതായത് നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ വരുന്ന 2 സബ്മിഷൻസ് ആണ്. അവരാണ് ഇതിനു വേണ്ടി റീപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, ന്യൂനൽ, ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ഹെൽത്ത്, കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, 3 കോർ പ്രോഗ്രാം കമ്പോണൻസ്. ഇതിനൊക്കെ വേണ്ടിയുള്ള 2-3 പ്രോഗ്രാം ചെയ്തു. പിന്നെ അതിനു വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് ആക്ഷൻസ് ഒക്കെ എടുത്തു. അങ്ങനെ ഹൈ ക്വാളിറ്റി ഹെൽത്ത് സർവീസസ് ചെയ്യാനുള്ള റിക്വയർമെന്റ്സ് പേഷ്യൻസിന് കൊടുക്കാനുള്ളത് നോക്കി. അതുപോലെ മിഷൻസ് ഓഫ് നാഷണൽ റൂറൽ ഹെൽത്ത്, എന്താണ് നാഷണൽ റൂറൽ ഹെൽത്തിന്റെ മിഷൻസ് എന്തായിരുന്നു എന്നാണ് പറയുന്നത്. അർബൻ ഹെൽത്തിന്റെയും നാഷണൽ റൂറൽ ഹെൽത്തിന്റെയും മിഷൻ എന്തായിരുന്നു. അപ്പൊ ഓണറബിൾ പ്രൈം മിനിസ്റ്ററിന്റെ കാര്യമൊക്കെ പറയുന്നത്, അപ്പൊ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ NRHM സ്റ്റാർട്ട് ചെയ്തത് April 12, 2005 ഫസ്റ്റ് NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വന്നത്. വിത്ത് ഗോൾ ഓഫ് പ്രൊവൈഡിങ് ക്വാളിറ്റി. എന്താണ് അവരുടെ ലക്ഷ്യം? പ്രൊവൈഡിങ് ക്വാളിറ്റി, ഈസിലി ആക്സസിബിൾ, നല്ല ഹെൽത്ത് കെയർ കാര്യങ്ങൾ നല്ല ക്വാളിറ്റിയോട് കൂടി റൂറൽ ഏരിയാസിലേക്ക് എത്തിച്ചുക എന്നുള്ളത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി എന്താണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ അതായത് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ഈസ് 2 സബ്മിഷൻസ് ഓഫ് ദ നാഷണൽ ഹെൽത്ത് മിഷൻ. അതിൽ ഒന്നാമത് നാഷണൽ ഹെൽത്ത് മിഷന്റെ അണ്ടറിൽ വരുന്ന നാഷണൽ മിഷൻ റൂറൽ ഹെൽത്തും പിന്നെ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. അത് അങ്ങനെ ക്യാബിനറ്റ് മിനിസ്റ്റർ എല്ലാവരോടും കൂടി ഡിസിഷൻ തീരുമാനത്തോടു കൂടി May 1, 2005 May 1 അത് സാങ്ക്ഷൻ ആയിട്ട് വന്നു. പിന്നെ അത് നമ്മുടെ എല്ലാ ഏരിയയിലും അങ്ങനെയുള്ള ഫെസിലിറ്റീസ് വന്നു തുടങ്ങി. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണത്. പിന്നെ എന്താണ് അതിനെക്കുറിച്ച് പോപ്പുലേഷൻസ് ഉള്ള ഏരിയയില് അതിനനുസരിച്ചുള്ള ചീപ്പായിട്ടുള്ള ഏരിയാസിലൊക്കെ അത് കൊണ്ടുവന്നു, ഹെൽത്ത് കെയർ ഫെസിലിറ്റി കൊണ്ടുവന്നു, ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നു. കറക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ടോ എന്നും നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ പറയുന്നത് ഇതിനൊക്കെയാണ് പറയണത്. എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പ് സ്റ്റേറ്റിലുണ്ട്. എംപവേർഡ് എന്ന് വെച്ചാൽ നമ്മള് അതിന്റെ മാറ്റങ്ങളെ കുറിച്ച് സ്വീകരിക്കാവുന്ന അങ്ങനെ, അതായത് അവരെ എംപവർ ചെയ്യുക, എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ. അങ്ങനെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശിലെ ഈ സ്പെഷ്യൽ അറ്റൻഷൻ. അവിടെ എന്താണെന്നറിയോ, അവിടെ ഈ ശ്വാസപരമായിട്ടുള്ള രോഗങ്ങൾ കുറവാണ്, അവിടെ ഭയങ്കര കൂടുതലാണ്. എന്താ വെച്ചാൽ ഈ സ്മോക്ക്, മഞ്ഞ് വീഴണം ഏരിയാസിൽ എന്താണ് അങ്ങനെയുള്ള അസുഖങ്ങൾ കൂടുതലായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് കുറെ എൻഷുർ ചെയ്തിട്ടുള്ള കേസുകളൊക്കെ അങ്ങനെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കേണ്ട കേസുകളൊക്കെ അവിടെ വരാറുണ്ട്, എപ്പോഴും വരാറുള്ള കേസ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിൽ പ്രത്യേകത്തിൽ പെട്ടെന്നുള്ള എംപവേർഡ് ആക്ഷൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. പിന്നെ എന്താണ് ഹെൽത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ള വാട്ടർ, സാനിറ്റേഷൻ, പിന്നെ ന്യൂട്രീഷൻ, ഫുഡ്, സോഷ്യൽ ജസ്റ്റിസ്, സോഷ്യൽ ആയിട്ടുള്ള ജെൻഡർ ഇക്വാളിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും ഒരു വിവരണവും അതിനെ കുറിച്ചുള്ള ഒരു കമ്മ്യൂണിറ്റിയിലെ ഒരു ബോധവൽക്കരണം ചെയ്യാനും, അവിടെ ഹെൽത്ത് എങ്ങനെയായിരിക്കണം, അവിടുത്തെ വാട്ടറൊക്കെ പ്യുവർ വാട്ടർ ആക്കി കൊടുക്കാനും, അങ്ങനെയുള്ള കുറെ ഫെസിലിറ്റീസും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ പബ്ലിക് ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് മുഖേന ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മിഷൻ ഫോർ നാഷണൽ, അതാണ് അവിടുത്തെ മിഷൻ. ഇതാണ് റൂറൽ ഹെൽത്ത് ഏരിയാസിൽ നല്ല രീതിയിലുള്ള ഒരു ഇതായിട്ട് എടുക്കുക, നല്ല ഒരു ഫെസിലിറ്റീസ് കൊടുക്കുക.
അവരെ ആന്റിസിപ്പേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഓരോ കാര്യങ്ങളും ഇന്ററാക്ഷൻ കൊടുക്കുക, അവർക്കുള്ള എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക രോഗങ്ങളെ കുറിച്ചും ഫുഡിന്റെ ഭക്ഷണ രീതികള്, പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാനും അതിനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം ചെയ്യുക, അവർക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റി കൊടുക്കണം. മിഷൻ, നാഷണൽ റൂറൽ ഹെൽത്തിന്റെ മിഷൻസ് ആയിട്ട് പറയുന്നത്. അതേപോലെ അർബൻ ഹെൽത്തിന്റെ മിഷൻ പറയുന്നത് ഓൺ മെയ് 1, 2013 വന്നേക്കുന്നത്. ക്യാബിനറ്റ് ഓതറൈസ് ചെയ്തു നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. അതിന്റെ സബ്മിഷൻ ആണ്, അതിന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ സബ്മിഷൻ ആണ്. ബൈ മേക്കിംഗ് അവൈലബിൾ ടു ദം ക്രൂഷ്യൽ പ്രൈമറി ഹെൽത്ത് കെയർ സർവീസസ് ആൻഡ് ലോവറിംഗ് ദർ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. അതായത് നമ്മൾ നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് അവൈലബിൾ ആയിട്ട് കൊടുത്തു. ഹെൽത്ത് കെയർ അർബൻ പോപ്പുലേഷൻ, അർബൻ ഏരിയാസിലെ പോപ്പുലേഷന്റെ അവരുടെ നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ മുഖേന അവരുടെ ഹെൽത്ത് കെയറിൽ ആവശ്യമായിട്ടുള്ള, അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ അർബനിൽ പൂറായിട്ട് താമസിക്കുന്ന ആളുകൾ, പൂറായിട്ടുള്ള ആളുകളുണ്ട്, അവർക്കും എംഫസൈസ് ചെയ്ത് കൊടുത്ത് ഹെൽത്ത് കെയർ ആരോഗ്യപരമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഫെസിലിറ്റീസും സെന്റേഴ്സും ഹെൽത്ത് സെന്റേഴ്സിലൊക്കെ ആക്കി കൊടുക്കാനുള്ള മിഷനാണ് നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അത് അർബൻ ഹെൽത്തിന്റെ കാര്യങ്ങൾ. അപ്പൊ ഈ രണ്ടെണ്ണമാണ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. NRHM, റൂറൽ ഏരിയാസിലുള്ള ഹെൽത്ത് മിഷനും അർബൻ ഹെൽത്തും നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിലുള്ളതാണ്. ടാർഗറ്റ് സബ്മിഷൻസ് ആണ്. അപ്പൊ അത് പഠിക്കണം. പിന്നെ അത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഇത് തന്നെയാണ്. പബ്ലിക് ഹെൽത്ത് എന്താണ്, പബ്ലിക് ഹെൽത്തിനെ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യണം. പബ്ലിക് ഹെൽത്ത് വാസ് ഡിഫൈൻഡ് മോർസ് 1996 അതിലെന്താണ് ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് പ്രിവെന്റിംഗ് ഡിസീസ്, പ്രൊലോങ്ങിംഗ് ലൈഫ് ആൻഡ് പ്രൊമോട്ടിംഗ് ഹെൽത്ത് ആൻഡ് എഫിഷ്യൻസി ത്രൂ ഓർഗനൈസ്. അതായത് എൻവയോൺമെന്റ് സാനിറ്റൈസ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ എന്താ പറയുക ഇങ്ങനെ കൂടിയടങ്ങി താമസിക്കുന്ന പല രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുള്ള ഒരു കൺട്രോൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫെക്ഷൻസ് ഉണ്ടാവാതിരിക്കാനും, എഡ്യൂക്കേഷണൽ പേഴ്സണൽ ഹൈജീനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം കൊടുക്കാനും, പിന്നെ ഓർഗനൈസേഷൻ ആൻഡ് മെഡിക്കൽ സർവീസസ് കൊടുക്കാനും, അതിനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഈ പബ്ലിക് ഹെൽത്തിൽ പറയുന്നത്. നമ്മൾ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. പിന്നെ എന്താണ് ഇൻഫെക്റ്റിയസ് ഡിസീസസ് ലൈക്ക് എന്താണ് TB, മലേറിയ, അങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള ഫെസിലിറ്റീസ് നോക്കുന്നുണ്ടായിരുന്നു. NCDs മീൻസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നാഷണൽ നോൺ കമ്മ്യൂണിക്കബിൾ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് NCDs ഉദ്ദേശിക്കുന്നത്. അവര് അതിനു വേണ്ടി ഉള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്ന ആളാണ്. പിന്നെ എന്താണ് നാഷണൽ ലെവൽ ഇനീഷ്യേറ്റീവ് ചെയ്ത് പോഷൻ അഭിയാൻ, റൂറൽ പ്രദേശങ്ങളിലെ കുട്ടികൾക്കൊക്കെ പോഷൻ കുറവാണ്. അപ്പൊ പിന്നെ എന്താണ് പോഷൻ അഭിയാൻ എന്നൊരു സ്കീമൊക്കെ കൊണ്ടുവരാൻ നമ്മുടെ നാഷണൽ ഹെൽത്ത് മിഷൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ അതൊക്കെയാണ്. കുട്ടികൾ ഭക്ഷണമില്ല, വിശപ്പ്, അങ്ങനെ മരണപ്പെട്ട കുട്ടികളുണ്ടല്ലോ, ദാരിദ്ര്യം മുഖേന ഫുഡ് കഴിക്കാതെ വയറില് പ്രശ്നങ്ങൾ കൊണ്ട് മരിക്കുന്നത് അല്ലെ, പട്ടിണി കിടന്ന് മരിക്കുന്നത്, വെള്ളം കുടിക്കാൻ പറ്റാതെ പ്യുവർ വാട്ടറൊക്കെ കൊള്ളില്ലാത്ത വാട്ടറൊക്കെ കുടിച്ച് അസുഖങ്ങൾ വന്ന് മരിക്കുന്നത്, അങ്ങനെ ഒരുപാട് കേസുകൾ നമ്മുടെ ഇന്ത്യയില് ഇപ്പോഴും കുറെ സ്റ്റേറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പോഷൻ അഭിയാൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് എത്രത്തോളം നമ്മുടെ ഇന്ത്യയിലെ സ്റ്റേറ്റുകളിൽ സക്സസ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇതില് എന്തൊക്കെയാണ് ഗുഡ് ഫിസിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് പരമായിട്ടുള്ള ലൈഫ്, നല്ല രീതിയിൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ വേ ഓഫ് ബീയിങ്, അതായത് ഗുഡ് ഫിസിക്കൽ ഷേപ്പ്, എന്താ ഒരു നല്ല ഫിസിക്കൽ ഷേപ്പ് എന്താണ് കൊടുക്കുന്നത് ഹെൽത്തിന് വേണ്ടി. ഹെൽത്ത് ആസ് എ വേ ഓഫ് ലൈഫ്, ആരോഗ്യം നമ്മുടെ ജീവിതത്തിന്റെ പാതകമാണ് അല്ലെ. പിന്നെ വേ ഓഫ് ബീയിങ്, വേ ഓഫ് അവോയ്ഡിങ് ഇൽനെസ്, രോഗങ്ങളില്ലാതെ ആരോഗ്യപരമായി അച്ചീവ് ചെയ്യാൻ പറ്റുക ആണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് ഓഫ് പ്രോസസിങ് ഓൺസ് ഓൺ പേഴ്സണൽ പവർ, പൊസസിങ് വൺസ് ഓൺ പേഴ്സൺ, നമ്മുടെ സ്വന്തമായ പേഴ്സണിലൂടെ അതിനെ പൊസസ് ചെയ്യാൻ നോക്കുക, എന്നുവെച്ചാൽ അതിനെ കുറിച്ചുള്ള ഒരു പവർ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ മീൻസ് ബീങ് ഏബിൾ ടു ഫംഗ്ഷൻ, ഫംഗ്ഷൻസ് ഏബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അഡ്ജസ്റ്റ് വൺ സറൗണ്ടിങ്. പിന്നെ മീൻസ് മെയിൻറ്റെയിനിങ് വൺസ് ഓൺ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് എൻഡ്യൂറൻസ്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ശ്വാസപരമായിട്ട്, അല്ലെങ്കിൽ എയർ, വാട്ടർ, വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓക്കെ ആയിട്ട് മാറി മാത്രമേ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക, ഫൗണ്ടേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത്, അങ്ങനെ നല്ലൊരു ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ഫ്രം സൈക്കോളജിക്കൽ സ്റ്റാൻഡ് പോയിന്റ്, ഹെൽത്തിന്റെ കോൺസെപ്റ്റ് പറയുന്നത് സൈക്കോളജിക്കൽ സ്റ്റാൻഡ് പോയിന്റിലാണ് പറയണതെന്നാണ് പറയുന്നത്. പിന്നെ ഹെൽത്ത് ആസ് എ സേഫ്റ്റി നെറ്റ്, ഹെൽത്ത് ആസ് എ ആരോഗ്യമാണ് നമ്മുടെ സേഫ്റ്റി നെറ്റ് എന്നാണ് പറയുന്നത്.
അപ്പൊ ഇത്രയാണ് ഗുഡ് ഫിസിക്കൽ ഹെൽത്തിന്റെ കാര്യത്തിൽ പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ പബ്ലിക് ഹെൽത്ത് എന്താണെന്ന് ചോദിച്ച് പറയുമ്പോൾ കുറച്ച് പോയിന്റുകൾ കൊടുത്തേക്കുന്നത് അത് ഞാൻ ഒന്ന് പറഞ്ഞു പോയതുള്ളൂ കേട്ടോ. പിന്നെ വാട്ട് ആർ ദ ഓൾഡ് തിയറീസ് ഡിസീസ് കോസേഷൻ. ഓൾഡ് തിയറിയിൽ എന്താണ് രോഗങ്ങളെ കുറിച്ച് പറഞ്ഞതൊക്കെ നമ്മൾ പറഞ്ഞു. ആയുർവേദ വന്നതും പിന്നെ ചൈനീസ് മെഡിസിൻ വന്നതും BCE വന്നതും നേരത്തെ അപ്പുറത്തെ ഒരു ചാപ്റ്ററിലല്ല നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പറയാനുള്ളത് ഗവൺമെന്റ് ഈവൻ ഇനാക്ട് ക്വാറന്റൈൻ ലോ. ഒരു ക്വാറന്റൈൻ ലോ എന്നൊരു ഇനാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 1423 ക്വാറന്റൈൻ ലോ വന്നിരുന്നു. ക്വാറന്റൈൻ ലോ വെനീസിലാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 1348 വിത്ത് ലിസാറിറ്റോ ഇൻ 1423. ഇവരാണ് എന്താണ് ഇൻഫിക്റ്റീസ് ഡിസീസ്. ഇൻഫിക്റ്റീസ് ഡിസീസ് എന്ന് വെച്ചാൽ എന്താണ് ഈ ശിശുമരണ നിരക്കുകളെ ഉദ്ദേശിക്കുന്നത് കുട്ടികളില്ലാത്ത ഒരു അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഡിസീസ് രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ അതായത് പെട്ടെന്ന് പടർച്ചവ്യാധികൾ പിടിവിടുമ്പോ ജലദോഷമല്ല എന്താ പറയാ ജെംസ് മുഖേനയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, കോളറ, ഡയബറ്റീസ് അങ്ങനത്തെ രോഗങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ക്വാറന്റൈൻ എന്ന് പറഞ്ഞൊരു ഇത് സ്കീം തുടങ്ങി. ക്വാറന്റൈൻ എന്നൊരു മെത്തേഡ് തുടങ്ങി. അത് എപ്പോഴായിരുന്നു 1348 വന്നു. ആ ക്വാറന്റൈൻ ആണ് നമുക്ക് എന്താണ് പാൻഡമിക് ഡിസീസസ് ഒക്കെ വന്ന സമയത്ത് 2003 സാഴ്സ് വന്നത് പാൻഡമിക് ആണ്. അവിടെ നമ്മൾ ഈ ക്വാറന്റൈൻ മെത്തേഡ് ഉപയോഗിച്ചത് COVID-19 2020 ഇത് പാൻഡമിക് ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ഏത് പോളിസി യൂസ് ചെയ്ത് ഒരു പോളിസി ആയിട്ടാണ് വന്നത്. പോളിസി യൂസിങ് ക്വാറന്റൈൻ സേഫ് ഗാർഡ് പബ്ലിക് ഇംപ്ലിമെന്റ് എക്സ്റ്റെൻസീവ്ലി. ക്വാറന്റൈൻ എന്ന സേഫ് ഗാർഡ് മെത്തേഡാണ് അവിടെ കൊണ്ടുവന്നത്. അപ്പൊ അത് ഇതിൽ ഒരു ഭാഗമായിട്ട് പറഞ്ഞപ്പോ അത് നമ്മളൊന്ന് പഠിച്ചു. പിന്നെ എന്താണ് അക്കോർഡിംഗ് ടു ദ ഫൈൻഡിംഗ് ഹിസ്റ്റോറിയൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് മെഡിസിൻ ഫൈൻഡിങ്, അതായത് ഹിസ്റ്റോറിയൻസ് എന്താണ് പറയുന്നത് ഹെൽത്ത് ആൻഡ് മെഡിസിന് വേണ്ടി ഒരു മിയാസ്മ ഐഡിയ നമ്മൾ നേരത്തെ പറഞ്ഞു മിയാസ്മ ഐഡിയ ചെയ്തിരുന്നു. അതെന്താണ് later years miasma hypothesis disease which had been controversial at the time. അതിന് വേണ്ടിയുള്ള പ്രിവെൻഷൻസും അവിടെ പേഴ്സണൽ ഹൈജീൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് വന്നേക്കണെന്നും അതിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സീവേജ് സിസ്റ്റം ടൗണില് പിന്നെ എന്താണ് ഫുഡ് ഗാർബേജ് പ്രശ്നങ്ങളൊക്കെ മാറ്റിയാൽ മാത്രമേ ഈ രോഗങ്ങൾ മാറൂന്ന് യൂറോപ്പില്. അങ്ങനെ മിയാസ്മ മെത്തേഡ് കൊണ്ടുവന്നു. അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പൊ അത് ഓൾഡ് തിയറീസിലുള്ളതാണ് കേട്ടോ. അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു വേരിയസ് ഡിസിപ്ലിൻസ് പബ്ലിക് ഹെൽത്ത് ഞാൻ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ 3 പ്രൈമറി റെസ്പോൺസിബിലിറ്റി അസസ്മെന്റ് ഉണ്ടാണ് പോളിസി ഡെവലപ്മെന്റ് അഷുറൻസ് ഇതൊക്കെ പറഞ്ഞു. പിന്നെ അസസ്മെന്റ് എന്താണ് മോണിറ്ററി ഇൻഫിക്റ്റീസ് ഡിസീസസ്, ഗർഭകാലത്തൊക്കെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ രോഗങ്ങള് ശിശുമരണ നിരക്കുകൾ ഉണ്ടാകാതിരിക്കാനുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഇൻക്ലൂഡീസ് ഒക്കെ അസസ് ചെയ്യുക. ജനങ്ങൾ എന്ത് ആവശ്യമാണ് ജനങ്ങൾക്ക് വേണ്ടത് അതിനെ കുറിച്ചുള്ള ഫിഗർ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എന്താണ് അവിടുത്തെ ട്രെൻഡ് മനസ്സിലാക്കി അവിടുത്തെ രീതിയിൽ അവരുടെ രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അവരുടെ കാരണങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാടുകൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഫോർമുലേഷൻ ഓഫ് പോളിസി ഞാൻ പറഞ്ഞു. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അത് മനസ്സിലാക്കി കൊടുക്കുക, ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് വിദ്യാഭ്യാസം കൊടുക്കുക, ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് കമ്മ്യൂണിറ്റിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക, പ്രശ്നങ്ങളില്ലാതെ ആക്ടിവിറ്റീസ് കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയതാണ്. അത് നിങ്ങൾ വായിച്ചു വയ്ക്കാതെ കേട്ടോ. പിന്നെ ഇതിൽ പറയുന്നത് മെനി MPH ക്വാളിഫിക്കേഷൻ എംഫസൈസ് ഓൺ എനി 1 or more ഡിസിപ്ലിൻസ്. MPH എന്ന് പറഞ്ഞ ഒരു ഇതാണ്. MPH ഓൺലി ഒരുപാട് ഡിസിഷൻസ് MPH കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. എപ്പിഡമോളജി, കമ്മ്യൂണിക്കബിൾ ആസ്പിൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എപ്പിഡമോളജി. എപ്പിഡമോളജി എന്ന് പറയുന്നത് രോഗങ്ങളെ പകർച്ചവ്യാധികളായ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ്. അത് as well as non communicable disease എപ്പിഡമോളജി. പിന്നെ ബയോസ്റ്റാറ്റിസ്റ്റിക്സ്, ബേസിക് ഇന്റർമീഡിയറ്റ് എൻവയോൺമെന്റൽ ഹെൽത്ത് പോളിസി, ഹെൽത്ത് മാനേജ്മെന്റ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേറ്റ് ചെയ്യുക. അതൊക്കെ അത് നമ്മൾ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് വായിച്ചു വയ്ക്കാൻ മതി. മെഡിക്കൽ സോഷ്യോളജി, മെഡിക്കൽ ആന്ത്രപ്പോളജി, ജെൻഡർ സ്റ്റഡീസ്, ഹെൽത്ത് സിസ്റ്റം സൈക്കോളജി, പബ്ലിക് ഹെൽത്ത് എത്തിക്സ്. പിന്നെ ഇതില് 4 steps ഓഫ് പബ്ലിക് ഹെൽത്ത് 4 steps അപ്രോച്ചിന് വേണ്ടിയുള്ള 4 steps ഡിഫൈൻ റിസ്ക് ഞാൻ പറഞ്ഞു. പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്, ഡെവലപ്പ് ടെസ്റ്റ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ഒക്കെ എടുക്കുക. അതിന് വൈഡ് സ്പ്രെഡ് ആയിട്ട് അഡോപ്ഷൻ ചെയ്യുക, എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, പ്രിവെൻഷൻസിനുള്ള പ്രിൻസിപ്പിൾസ് റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ് എക്സ്പ്ലെയിൻ ദ ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ ഇൻ ടേംസ് ഓഫ് പബ്ലിക് ഹെൽത്ത്. ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യണം. ഓരോ വർഷവും നമുക്ക് അതിനു വേണ്ടിയുള്ള ഹെൽത്ത് സെന്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കൊടുക്കണം നമ്മൾ പറഞ്ഞു. സബ് സെന്റേഴ്സ് ഉണ്ട്, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ട്, ബ്ലഡ് ബാങ്ക്, ഐ ബാങ്ക് ഒക്കെ പറഞ്ഞു. ഇതെല്ലാം ഫെസിലിറ്റീസ് ഒക്കെ എന്തിനു വേണ്ടിയാണ്? ഇന്ത്യൻ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണ്. അപ്പൊ അതൊക്കെ സപ്പോർട്ട് ചെയ്യുക.
ഇന്ത്യയിൽ അത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. പിന്നെ പബ്ലിക് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടുള്ള ഗ്രൂപ്പ് കൊണ്ടുവരാം, ഓരോ ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവരാം. അങ്ങനെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കുക, അവരെ പ്രശ്നങ്ങൾ കൊളാബറേറ്റ് ചെയ്യാതെ ഹെൽത്തിന് പ്രിയോറിറ്റീസ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ നമ്മൾ വികസിപ്പിച്ചെടുക്കുക, നോക്കുക, ട്രെയിനിങ് ചെയ്ത് കൊടുക്കാം, അവരുടെ ലീഗൽ പോളിസി കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പിന്നെ പറഞ്ഞത്. പിന്നെ 4 പില്ലേഴ്സ് എന്ന കാര്യം പറയുന്നത്. 4 പില്ലേഴ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത്. നമുക്ക് 4 പില്ലേഴ്സ് എന്നാണ് പറയുന്നത്. പബ്ലിക് ഹെൽത്തിന്റെ കാര്യത്തിൽ 4 പില്ലേഴ്സ് എന്നാണ് പറയുന്നത്. 4 പില്ലേഴ്സ് ഓഫ് പബ്ലിക് ഹെൽത്ത് വിച്ച് ആർ ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവണം, ഇമോഷണൽ ഹെൽത്ത്, സ്ട്രെസ് ഇല്ലാതിരിക്കണം, കോഗ്നിറ്റീവ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഹെൽത്ത്. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമാണ് ഓവറോൾ നമുക്ക് ബന്ധമായിട്ട് ഹെൽത്തി വെൽനെസ് ആണ് പറയാൻ പറ്റുന്നത്. ഇതാണ് ഇത്രയും ഈ ചാപ്റ്ററില് യൂണിറ്റ് 2 പറഞ്ഞത് കേട്ടോ. അത് നമ്മൾ എൻവയോൺമെന്റ്, ഹെൽത്ത് എൻവയോൺമെന്റ് എൻവയോൺമെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? എൻവയോൺമെന്റിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? എവറിത്തിങ്സ് ഇമ്മ്യൂണിയറ്റ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്തൊക്കെ വേണം? നല്ല എയർ വേണം, വാട്ടർ നല്ലതായിരിക്കണം, സോയിൽ നല്ലതായിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ ഇമ്പാക്ട് ഓഫ് ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത, സ്ട്രെസ് ഒന്നും ഇല്ലാത്ത ജീവിതം കിട്ടണമെങ്കിൽ നല്ല എൻവയോൺമെന്റൽ ഹെൽത്ത് ആയിരിക്കണം, അല്ലെ? അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നത്. ഡെഫിനിഷൻസ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത്. എൻവയോൺമെന്റിലെ ഹെൽത്തിൽ 2 സർക്കംസ്റ്റൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് things or conditions by which is surrounded by the environment is defined as a through the combination of physical, chemical and biological factors. ഒന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിങ് ക്ലൈമറ്റ്, സോയിൽ ആൻഡ് ലിവിംഗ് തിങ്സ്. രണ്ടാമത് പറയുന്നത് കളക്ഷൻ ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. മനസ്സിലായോ? സോഷ്യലായിട്ട്, സമൂഹപരമായിട്ട്, കൾച്ചറലി ആയിട്ട് ഉണ്ടാകുന്ന ഇതുകൊണ്ട് വരുന്ന കമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ, അവരുടെ ലൈഫോടെ കമ്മ്യൂണിറ്റിയിൽ എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാക്കി കൊടുക്കുക. ഈ 2 കാര്യങ്ങളുടെ എൻവയോൺമെന്റ് നെറ്റിൽ പറയുന്നത്. പിന്നെ WHO ഓർഗനൈസേഷൻ 1948 വന്നു. അതുകൊണ്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. മെന്റലി ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഉണ്ടാവാതെ, അതായത് മെന്റലി സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെയുള്ള സെന്റേഴ്സുകളിലൊക്കെ മെന്റലി സപ്പോർട്ട് സെന്ററുകളൊക്കെ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സെന്റേഴ്സും, അങ്ങനെ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യാം, സൈക്കോളജിക്കലി വിഭാഗം കൊടുക്കില്ലേ? അങ്ങനെ സൈക്കോളജിക്കൽ വിഭാഗം പഠിച്ച കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ അവരനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റിയതിലൊക്കെ ഇന്നിപ്പോ നിലവിലുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാനാണ്. അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻവയോൺമെന്റൽ ഹെൽത്ത്. എൻവയോൺമെന്റൽ ഹെൽത്ത് എന്തെല്ലാം രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം? ഒന്ന് വർക്ക് എൻവയോൺമെന്റ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്തായിരിക്കണം? നല്ല രീതിയിലുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ എന്താണ് വീട്ടില് ഹോം എൻവയോൺമെന്റ്. ഹോം എൻവയോൺമെന്റ് എപ്പോഴും എങ്ങനെയായിരിക്കണം? നല്ല രീതിയിലായിരിക്കണം. അതായത് നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഹോമിലായാലും ക്ലീനിങ്ങില്ലെങ്കിൽ എന്താണ്, ഹൈജീൻ ഇല്ലെങ്കിൽ പല പല രോഗങ്ങൾക്ക് കാരണമാകും, അല്ലെ? അപ്പൊ അതുപോലെ തണുത്ത് ഫുഡുകൾ, അങ്ങനെ ഒത്തിരി കേടായ ഫുഡുകൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒത്തിരി ദിവസമുള്ള ഫുഡുകൾ ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ നമ്മുടെ വീടുകളിൽ നോക്കണം. പിന്നെ റിക്രിയേഷണൽ എൻവയോൺമെന്റ്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. 3 ടൈപ്സ് ഓഫ് എൻവയോൺമെന്റ്: ഹോം, വർക്ക് ആൻഡ് റിക്രിയേഷൻ ആണ് സബ്ജക്ട് ഓഫ് ഡെഫിനിഷനിൽ പറയുന്നത്. പിന്നെ ഓവറോൾ സ്ട്രെസ്സേഴ്സ്, ഒരുപാട് സ്ട്രെസ്, വീടുകളുടെ സ്ട്രെസ് വരുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും, അല്ലെ? അപ്പൊ സ്ട്രെസ്സേഴ്സ് വെച്ച് ബയോളജിക്കൽ, സൈക്കോളജിക്കൽ, ഫിസിക്കൽ, സോഷ്യൽ, അങ്ങനെയുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും. ആ സ്ട്രെസ്സുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്താണ്, ഒരു വീടുകളിൽ തന്നെ അതിന് ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, പേഴ്സണൽ ലൈഫിൽ വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ഇതിൽ പറയുന്നത് എൻവയോൺമെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ്. എങ്ങനെയാണ് എൻവയോൺമെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണത്? ഹെൽത്ത് ഈസ് എൻവയോൺമെന്റ് ക്രൂഷ്യൽ. അതൊക്കെ വേണമെന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ലോങ് ടൈം ആണ്, long time acute and long time chronic health effects from the environment possible. Long time acute disorders such as cold, flu, oil spill, food poisoning, heart attack, for example, acute disorder. Other than start suddenly and a brief lifespan. സ്റ്റാർട്ട് ചെയ്തിട്ട് ജീവിത മുഖാന നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളാണെന്നാണ് പറയുന്നത്. ലൈഫ് സ്പാനിൽ ഉണ്ടാകുന്നതാണ്, ബ്രീഫ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
On the other hand, chronic illness, acute disorder എന്ന് പറയുന്നത് കോൾഡ്, ഫ്ലൂ, ഓയിൽ സ്പില്ല്, ഫുഡ് പോയിസണിങ്, ഹാർട്ട് അറ്റാക്ക് ഒക്കെയാണ് acute disorders എന്ന് പറയുന്നത്. അത് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എന്താണ് ലൈഫ് സ്പാൻ മുഴുവനും അത് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. On the other hand, chronic illness, chronic illness includes asthma, cancer and diabetes because there may be multiple causes. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വരുന്ന മൾട്ടിപ്പിൾ കോസസ് ആണ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള രോഗങ്ങളാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ഇതിൽ പറയുന്നത് ക്രോണിക് ഇൽനെസ് പറയുന്നത്. അതിന് എന്താണ് അത് ശരിക്കും പടർന്നു പിടിക്കുന്നതല്ല, അത് ശരിക്കും നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽ കൊണ്ട് വന്നേക്കുന്നതാവും. നമ്മുടെ ഹെൽത്തില് നമ്മൾ ഫുഡ് പ്ലാനിങ് ഇല്ലാതെ ഹെൽത്തി ഓക്കെ ആക്കാതെ വരുന്നത് കൊണ്ടാവാം വരുന്നത് കേട്ടോ. ഇപ്പൊ എങ്ങനെ വരുന്നത് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ അതൊക്കെ എന്തെങ്കിലും രോഗങ്ങളാണ് ക്രോണിക് ഇൽനെസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ സ്മോക്കിംഗ് ചെയ്യുമ്പോൾ റെസ്പിറേറ്ററി, അതായത് നോൺ സ്മോക്കേഴ്സ്, ഫാക്ടറീസിൽ നോൺ സ്മോക്കേഴ്സ്, ട്രാഫിക്, അതായത് നമ്മൾ എന്താ പറയാ, സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ സ്മോക്കിംഗ് കൊണ്ട് നമുക്ക് ക്യാൻസർ ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ലൈഫ് സ്റ്റൈലാണ് നമ്മളെ സ്മോക്കിംഗ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും കേൾക്കുന്നത് അല്ലെ. പിന്നെ ഹൗസിംഗ് ആൻഡ് ലിവിങ് സർക്കംസ്റ്റൻസസ്, നമ്മുടെ വീടുകളുടെ ലിവിങ് സർക്കംസ്റ്റൻസസിൽ എന്താണ് ലൈഫ് സ്റ്റൈല്, കറക്റ്റ് ഡയറ്റ് ഇല്ലാതെ, പിന്നെ എന്താണ് ഹെറിഡിറ്റി, മെനി അതേഴ്സ് ആൻഡ് ഓൾസോ ഇതൊക്കെ നമ്മുടെ റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ള പൊല്യൂഷൻസ് ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണക്കാരനാണ്, രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് വലിയ റോളാണ് ഇതിലെടുക്കണേന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിലായാലും എൻവയോൺമെന്റ് ആയാലും ഫാക്ടറിയിലായാലും നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ക്ലീനിങ് ആയിരിക്കണം. പിന്നെ എന്താണ് അവിടെ എപ്പോഴും പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടായിരിക്കണം. പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിട്ടിരിക്കണം. എൻവയോൺമെന്റിലാണെങ്കിലും നമ്മുടെ ഫാക്ടറീസിലേക്ക് ആണെങ്കിലും എന്താണ് വേസ്റ്റേജിനുള്ള സൗകര്യം കൊടുക്കണം, അവിടെ സീവേജ് സൗകര്യം കൊടുക്കണം, അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ എൻവയോൺമെന്റിൽ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുള്ളൂ. പിന്നെ അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാതെ ഇരിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഇവിടെ സമൂഹത്തിൽ അങ്ങനെയാണോ, എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാണല്ലേ. മിക്കവാറും ആളുകൾ സ്മോക്കിംഗ് ചെയ്യരുത് എന്നുള്ള സ്മോക്കിംഗ് ചെയ്തുകൊണ്ടെടുക്കും, പറ്റത് കഴിക്കരുത്, അങ്ങനെയുള്ള ഡിസീസസ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്, നമ്മുടെ പേഴ്സണൽ